ഹായ് വെൽക്കം ടു ശ്രീ ഗ്രേസ് ഫാമിലി വ്ളോഗ്സ്. ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ സെക്ഷനാണ് കേട്ടോ. അപ്പോൾ ഞാൻ ജോവീസിൻ്റെ ഹെർബൽ കുക്കുമ്പർ ടോണറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ടോണർ ഒന്ന് അബ്സോർബ് ചെയ്തതിന് ശേഷം ഞാനിവിടെ പ്ലമ്മിൻ്റെയാണ് മോയ്സ്ചറൈസർ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഓയിലി സ്കിൻ ആയതുകൊണ്ട് തന്നെ ഗ്രീൻ ടീയുടെ ഓയിൽ ഫ്രീ ആയിട്ടുള്ള മോയ്സ്ചറൈസറാണ്, ഫ്രാഗ്രൻസ് ഫ്രീ കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ സ്കിന്നിൽ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് തന്നെ അപ്ലൈ ചെയ്യുന്നുണ്ട്. നല്ലൊരു മസാജ് കൊടുത്തിട്ടാണ് കേട്ടോ നമുക്ക് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യേണ്ടത്. ഇനി നമുക്ക് പ്ലമ്മിൻ്റെ തന്നെ ഒരു സൺസ്ക്രീനാണ് എടുത്തിരിക്കുന്നത്. പക്ഷെ നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്ന രീതിയല്ല സൺസ്ക്രീൻ അപ്ലൈ ചെയ്യേണ്ടത്. ഇത് നമുക്ക് മസാജ് ചെയ്തല്ല അപ്ലൈ ചെയ്യേണ്ടത്, കാരണം നമുക്കിതൊരു പ്രൊട്ടക്റ്റീവ് ലെയർ ആയിട്ടല്ലേ നിൽക്കേണ്ടത്. അപ്പോഴല്ലേ നമുക്ക് സണ്ണിൽ നിന്നൊരു പ്രൊട്ടക്ഷൻ കിട്ടുള്ളൂ. അപ്പോൾ ഇതാ ഞാനിവിടെ ഡാബ് ചെയ്താട്ടോ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നത്. ഇനി ലാക്മിയുടെ റോസ് വുഡ് എന്നുള്ള ഷെയ്ഡാണ് എടുത്തിരിക്കുന്നത് ലിപ്സ്റ്റിക്ക്. അപ്പോൾ എൻ്റെ അത്യാവശ്യം നല്ല പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ലിപ്സാണ് കേട്ടോ. ഫസ്റ്റ് കോട്ട് ഇടുമ്പോൾ തന്നെ ആ പിഗ്മെൻറ്റഡ് ലിപ്സ് മാറും, പക്ഷേ ഒരു ലിപ്സ്റ്റിക് ഫ്രീ ആയിട്ടുള്ളൊരു ലുക്കായിരിക്കും നമുക്ക് വരുന്നത്. അപ്പോൾ ഞാൻ ഒന്നുകൂടി അപ്ലൈ ചെയ്യുമ്പോഴാണ് കുറച്ചൊരു ലിപ്സ്റ്റിക് ഇട്ട ഒരു ലുക്ക് വരുന്നത്. അപ്പോൾ അത് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഇത് തന്നെ നല്ല ഡാർക്കായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഷെയ്ഡാണ്. നമുക്ക് ഇടുമ്പോൾ ഭയങ്കര ഡാർക്കായിട്ടേ തോന്നുള്ളെങ്കിൽ നമ്മൾ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് വരുമ്പോഴത്തേക്കും കറക്റ്റ് ആ ഒരു മിനിമലായിട്ട് തന്നെ നിൽക്കുള്ളൂ. എന്നാൽ അത്യാവശ്യം നല്ല രീതിയിൽ ലാസ്റ്റിങ്ങും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ യൂഷ്വലി ഒരു മേക്കപ്പ് ലുക്ക്. പിന്നെ കുറച്ചൊക്കെ ഒരു ആർഭാടമാവാന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാജലും പിന്നെ നമ്മുടെ ഒരു കുഞ്ഞു പൊട്ടും കൂടി വെച്ച് കൊടുക്കും കേട്ടോ. അപ്പോൾ ഞാനിവിടെ കാജൽ യൂസ് ചെയ്യുന്നുണ്ട്. മെബിലിൻ്റെ കാജലാട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കണ്ണെഴുതി ഇനി നമുക്കൊരു കുഞ്ഞു പൊട്ടും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ എൻ്റെ മേക്കപ്പ് ലുക്കൊക്കെ കംപ്ലീറ്റ് ആയി. വളരെ വളരെ സിമ്പിളായിട്ടുള്ളൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. അപ്പോൾ അതാ ഡ്രസ്സൊക്കെ ഞാനൊന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു ലുക്കാണ് കേട്ടോ. യൂഷ്വലി ഞാൻ ഇങ്ങനെ തന്നെയാണ് എല്ലായിടത്തും പോകുന്നത്. ഒരു പോണിറ്റെയിലൊക്കെ കിട്ടി. ബൈ.